ഹായ് ഫ്രണ്ട്സ്, ഐ എം ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. അപ്പം ഇന്ന് നമ്മളൊരു ക്ലാസിക് ഷൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോൺവേഴ്സ് ഓൾ സ്റ്റാർ ചക്ക് ടൈലർ എഡിഷൻ. ഒരു 10-20 വർഷം മുന്നേ, അത് പോരല്ലോ, ഓക്കെ, ഏകദേശം ഒരു 120 വർഷം മുന്നേ 1908 വിന്റർ റബ്ബർ ബൂട്ടുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു ഷൂ കമ്പനിയായിട്ടാണ് കോൺവേഴ്സ് റബ്ബർ കമ്പനിയുടെ തുടക്കം. പിന്നീട് 1917 ബാസ്കറ്റ്ബോൾ ഷൂ ആയ ഓൾ സ്റ്റാർ നിർമ്മിച്ചതോടെയാണ് അവരുടെ തലവര മാറുന്നത്. 1921 അന്നത്തെ ബാസ്കറ്റ്ബോൾ സ്റ്റാർ ആയിട്ടുള്ള ചക്ക് ടൈലറിനെ അവരുടെ ബ്രാൻഡ് അംബാസിഡറും സെയിൽസ്മാനും ഒക്കെ ആക്കി കഴിഞ്ഞപ്പം അവർ ഈ ഓൾ സ്റ്റാർ ഷൂവിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ഓൾ സ്റ്റാർ ചക്ക് ടൈലർ എഡിഷൻ എന്നാക്കി. ഈ ചക്ക് ടൈലർ ഷൂവിന്റെ എല്ലാ എംബ്ലവും ഈ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിലല്ല, കാലിന്റെ പുറത്തുള്ള ഏരിയയിലേക്കല്ല, കാലിന്റെ ഉൾഭാഗത്തേക്കാണ് അത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിലും ഓൾ സ്റ്റാർ ഷൂസ് അന്നൊരു ഹിറ്റ് തന്നെയായിരുന്നു. ഒട്ടനേകം ഷൂസാണ് വിറ്റഴിഞ്ഞത്. കോൺവേഴ്സ് കമ്പനിയും അതോടുകൂടി തന്നെ വളർന്നു. ബാസ്കറ്റ്ബോൾ ഷൂ രംഗത്ത് കോൺവേഴ്സ് ഒരു മൊണോപ്പൊളി തന്നെയായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ഈ കമ്പനിയുടെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒട്ടനവധി തവണ കോൺവേഴ്സ് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. പല പല ഓണേഴ്സ് മാറി വന്നിട്ടുമുണ്ട് താനും. ഈ അടുത്ത കാലയളവിലാണ് കോൺവേഴ്സ് പിന്നെയും ഹിറ്റായി വന്നത്. അതിന് ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ട്. 2003 പണിയറിയാവുന്ന നൈക്കി കോൺവേഴ്സിനെ അങ്ങ് അക്വയർ ചെയ്തു. ഇപ്പോൾ നൈക്കിയുടെ ഓണർഷിപ്പിലാണ് കോൺവേഴ്സ് ഉള്ളത്. അപ്പം നൈക്കി ഈ കമ്പനി ഏറ്റെടുത്തതോടുകൂടി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ഒന്നാമതായിട്ട് അവർ അഡ്രസ്സ് ചെയ്തത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ആണ്. ഇപ്പോഴും അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്, എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്തി. ഇൻസോളിന്റെ ക്വാളിറ്റിയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ്, ആ കാലയളവ് വരെ ഇത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിരുന്ന ഒരു ഷൂ ആയിരുന്നു. എന്നാൽ നൈക്കി ഈ കമ്പനി ഏറ്റെടുത്തതോടുകൂടി അവർ മാനുഫാക്ചറിങ് യൂണിറ്റ് പുറത്തേക്ക് മാറ്റി. മിക്ക അമേരിക്കൻ മോഡലുകളും ഇന്നും വിയറ്റ്നാമിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് കോസ്റ്റും അവർക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്തതായി അവർ അഡ്രസ് ചെയ്ത പ്രശ്നം, ആ കാലയളവ് വരെ അതൊരു ബാസ്കറ്റ്ബോൾ ഷൂ ആയിട്ടായിരുന്നു മാർക്കറ്റ് ചെയ്തിരുന്നത്. എന്നാൽ നൈക്കി പിന്നീട് ഒരിക്കലും ഇതിനൊരു ബാസ്കറ്റ്ബോൾ ഷൂ ആയി മാർക്കറ്റ് ചെയ്തിട്ടില്ല. കാരണം ബാസ്കറ്റ്ബോൾ ഷൂ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്നോവേഷൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഇതൊരു ക്ലാസിക്, ഒരു കാഷ്വൽ ഷൂ ആയിട്ടാണ് അവർ ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നതും അവരങ്ങനെ തന്നെയാണ് ഇത് നിലനിർത്തുന്നത്. തൽക്കാലം ഹിസ്റ്ററി ക്ലാസ് ഒന്ന് പോസ് ചെയ്യാം. നമുക്ക് ഈ ഷൂവിന്റെ മേക്കിനെ പറ്റി സംസാരിക്കാം. വൾക്കനൈസ്ഡ് റബ്ബർ സോൾ ആൻഡ് ക്യാൻവാസ് അപ്പർ. പിന്നെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, അത്രേ ഉള്ളൂ ഈ ഷൂവില്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ്. ഒരു തിൻ ലെയർ ഓഫ് റബ്ബറിന്റെ മുകളിൽ ഒരു തുണി അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കിൽ തീർത്തേക്കുന്ന ഒരു അപ്പർ വെച്ച് പിടിപ്പിച്ചേക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഞാൻ വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞല്ലോ. വൾക്കനൈസേഷൻ ശരിക്കും അതിന്റെ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ റബ്ബർ പോളിമറിലേക്ക് സൾഫർ ഇൻഡ്യൂസ് ചെയ്ത് ബോണ്ടിങ് മാറ്റുന്ന ഒരു രീതിയൊക്കെയാണ്. അതിന്റെ ഒരു കെമിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാനാണെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെയൊന്നും പോകണ്ട. ഒരു 80% മാത്രം ക്യൂർ ആയിട്ടുള്ള ഈ റബ്ബർ സോളിന്റെ മുകളിലേക്ക് അപ്പറും കൂടെ ഈ ഫാബ്രിക് മെറ്റീരിയലും കൂടെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ 100% ക്യൂർ ആക്കി എടുക്കുന്നു. അതുവഴി ഈ അപ്പറും സോളും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചുകൂടെ ശക്തമാകുന്നു എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കാം. 1917 ഈ ഷൂ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് തന്നെ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ ഷൂ ആയിരുന്നു. അതിന് കാരണമുണ്ട്, നോ കോമ്പറ്റീഷൻ. അതെ, ബാസ്കറ്റ്ബോൾ ഗെയിമിന് വേണ്ടി മാത്രമായി നിർമ്മിച്ച മറ്റൊരു ഷൂ അന്നില്ലായിരുന്നു. സോളിലേക്ക് വന്നു കഴിയുമ്പോൾ ഡയമണ്ട് കട്ട് ഡിസൈൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കൂടുതൽ ട്രാക്ഷൻ നൽകുന്നതിനും മൊബിലിറ്റിക്കും സഹായിക്കുന്നു. ഹൈ ടോപ്പ് ഡിസൈൻ, ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടി 2 ഹോളുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയി തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അന്ന് ഇത് ബാസ്കറ്റ്ബോളിന് വേണ്ടി മാത്രമായി കൊടുത്തിരുന്ന ഫീച്ചറുകളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് 1980s ഒക്കെ ആയപ്പോഴത്തേനും
ബാസ്കറ്റ്ബോൾ ഷൂ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് പല പല കമ്പനികൾ കടന്നു വന്നു, എസ്പെഷ്യലി നൈക്കി, എയർ ജോർഡൻ പോലെയുള്ള ഷൂസ്. എങ്കിൽ പോലും കോൺവേഴ്സ് അവരുടെ ഓൾ സ്റ്റാർ ഷൂസ് അങ്ങനെ തന്നെ നിലനിർത്തി. മാറ്റങ്ങൾ വരുത്തുവാനോ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. അതുതന്നെയാണ് കോൺവേഴ്സ് എന്ന ഷൂ ബ്രാൻഡിന്റെ തകർച്ചയ്ക്ക് കാരണവും. ഇനി ഈ ഓൾ സ്റ്റാർ ഷൂവിന്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയാനാണെങ്കിൽ, ഇതൊരു യൂണിസെക്സ് മോഡൽ ഷൂ ആയതുകൊണ്ട് തന്നെ ഒരു നാരോ ആയിട്ടുള്ള ഒരു ടോയ് ഏരിയ ആണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്തോറും പോയിന്റഡ് ആയിട്ട് വരുന്ന ഒരു തരം ഡിസൈൻ ആണ്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സൈസ് അല്ലെങ്കിൽ ഒരു ഹാഫ് സൈസ് ചെറുതെടുക്കാനാണ്. പക്ഷെ ഞാൻ ഒരു സൈസ് വലിയ ഷൂ ആണ് എടുത്തത്, ഈ ടോയ് ഏരിയ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം അതിന്റെ ഒരു പ്രശ്നം, ഇതൊരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഷൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു വൃത്തികേട് തന്നെയാണ്. ഞാൻ പല ഓൾ സ്റ്റാർ ചക്ക് ഷൂസിലും ഈ എപ്പോഴും ഈ മടങ്ങുന്ന ടോയ് ഏരിയയിൽ ഈ റബ്ബർ പാർട്ട് കീറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചക്ക് ഷൂസിന്റെ ഔട്ട്സോളിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഔട്ട്സോൾ 100% റബ്ബർ മാത്രമല്ല, റബ്ബർ പ്ലസ് വെൽറ്റ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് കോമ്പിനേഷനിലാണ് ഈ ഔട്ട്സോൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് US-ലെ ഇമ്പോർട്ട് ടാക്സ് റെഗുലേഷൻസിന്റെ ഭാഗമായിട്ടാണ്. കാരണം റബ്ബർ പ്ലസ് വെൽറ്റ് കോമ്പിനേഷനിലുള്ളതിനെ അവർ ഒരു സ്ലിപ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ട് ടാക്സ് വളരെ കുറവുമാണ്. അങ്ങനെ ടാക്സ് ഒക്കെ സേവ് ചെയ്ത കോൺവേഴ്സ് ചക്ക് ഷൂസിന്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് 65 പൗണ്ട്സ്, അതായത് ഏകദേശം 7000 രൂപ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഷൂ വീഡിയോസുമായി അടുത്ത തവണ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.